ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. രാവിലെ തന്നെ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറശ്ശിനിക്കടയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നേരെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാ. ഈ പിള്ളേർ ഭയങ്കര അലമ്പും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്. എങ്ങനത്തെ വീഡിയോ എടുക്കണം അങ്ങനെ ഒന്നും എനിക്കറിയില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞു. ഗീയുമ്പോൾ തുടങ്ങിയ മഴയാണ്. ആടെ എത്തുന്നവരെ മഴ ഉണ്ടായിനി. ഞാൻ, ചേച്ചി, ചേട്ടൻ, പിന്നെ അച്ചു, കുഞ്ഞൂട്ടൻ, പിന്നെ എൻ്റെ 2 പിള്ളേർ. നമ്മ വന്ന് കേട്ടോ പറശ്ശിനിക്കടവ് പോയത്. പോകുന്ന വൈക്കെല്ലാം ഫുള്ള് കണ്ണ ഛർദ്ദിച്ച് കോളാക്കി. എന്താണെന്ന് അറിയില്ല. വിച്ചൂട്ടൻ പിന്നെ രാവിലെ തന്നെ ഓൺ തന്നെ കേട്ടോ ഉണ്ടായാൽ ഇല്ല കാഴ്ച എല്ലാം കണ്ടിട്ട് അടുത്ത പ്രാവശ്യം ഓൺ വൈ പറഞ്ഞുതരാമെന്നില്ലയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ പറശ്ശിനിക്കടയിലേക്ക്. രാവിലെ തന്നെ നോക്കിഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ടായിനി. നമ്മൾ അധികം പറശ്ശിനിക്കടയിലേക്ക് വരലുണ്ട് ഗൈസ്. നമ്മൾ അവിടെ എത്തി ഒരു 8 മണിയെല്ലാം ആകുമ്പോഴത്തേക്കും നമ്മൾ അവിടെ എത്തീനി. തെയ്യം കാണാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിന്. അപ്പം കണ്ണനിൽ ക്ഷീണമായിട്ട് ഇറങ്ങുന്നേ ഇല്ല. അപ്പം ഞാനാദ്യം ഇറങ്ങി. പിന്നെ നമ്മൾ നടന്നു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ പറശ്ശിനിക്കടവ് പോയാൽ ഫുള്ള് ചന്ത തന്നെ ആയിരിക്കും. ചന്ത എന്ന് പറഞ്ഞാൽ ഫുള്ള് ഫാൻസിയും പലഹാരങ്ങളും കളിപ്പാട്ടങ്ങളും. പിന്നെ ഈ പിള്ളേർക്ക് കളിപ്പാട്ടെല്ലാം കണ്ടാൽ മതി. വിച്ചൂട്ടൻ ആദ്യമേ തുടങ്ങി അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കണ്ണന് ക്ഷീണമായതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ട് അതുകൊണ്ട് വിച്ചൂട്ടനെ വലിച്ച് കൊണ്ടുവരുന്നുണ്ട് അമ്പലത്തിലേക്ക്. ശനിയാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കും ഉണ്ടായിനി. അതുപോലെ തന്നെ മഴയും ഉണ്ടായിനി. അതുകൊണ്ട് നമ്മൾ കുടയൊന്നും എടുത്തിട്ടാ. വണ്ടിക്ക് പോയതുകൊണ്ട് കുടയൊന്നും എടുക്കാത്തതുകൊണ്ട് ഫുള്ള് നനഞ്ഞു. നമ്മൾ പോകുമ്പോഴത്തേക്കാടെ മുത്തപ്പനും തിരുവപ്പനും ഉണ്ടായിനി. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടാ, മര്യാദക്കൊന്നും കാണാൻ വരെ പറ്റിയിട്ടാ. അത്രയും തിരക്കുണ്ടായിനി. പിന്നെ നമ്മൾ ചെരുപ്പൂരി കാലാവി അമ്പലത്തിൽ കയറി തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് കിട്ടുമെന്നുള്ള പേടിയുണ്ടായിനി. തിരക്കാണെങ്കിലും മുത്തപ്പനെയും തിരുവപ്പനെല്ലാം തോവാൻ പറ്റിയില്ല. അങ്ങനെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ഒടുക്കത്തെ മഴ. ഫോട്ടോ എടുക്കാൻ പറ്റൂല. അങ്ങനെ ഷെഡിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് തന്ന് 2-3 ഫോട്ടോ എടുത്തോന്നല്ലാണ്ട് മര്യാദക്കൊരു ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മുത്തപ്പൻ്റെ പ്രസാദം തിന്നാനാണ്. പയറും തേങ്ങാപ്പോളും ചായയാണ് കേട്ടോ മുത്തപ്പൻ്റെ പ്രസാദം. നമ്മൾ എപ്പോൾ വന്നാലും ഇവിടുന്ന് കഴിക്കും. ഇത് കഴിക്കാണ്ട് ആരും ഇവിടുന്ന് പോവില്ല. പ്രസാദം നിന്നിട്ട് നമ്മൾ ചന്തയിലേക്ക് പോയി. നല്ല അടിപൊളി കമ്മലും മാലയും വളകളും എല്ലാം ഉണ്ടായിനി. പൈസ പോകുന്ന അറിയില്ല ഗൈസ്. പിന്നെ ഈ കുരുപ്പള കളിപ്പാട്ടം എല്ലാം ഉണ്ടായിന്. പിന്നെ അതിലേ നടന്നിട്ടാകുമ്പോൾ ഒരു കുപ്പിവളയിലെ പീടി ഉണ്ടായിന്. അവിടെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിന്. അവിടുന്ന് കുറച്ച് കുപ്പിവള മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയി. കേട്ടില്ലേ, 2 കാറ് മേടിച്ചു കൊടുത്തിട്ടും ഉണ്ടേടേണ്ട തോക്ക് അത് ഇതെല്ലാം വേണമെന്ന് അറിയുന്നത് കൊണ്ട് നമ്മൾ വേഗം തിരിച്ചു പോയി. അങ്ങനെ നമ്മൾ പോകുമ്പോൾ തളിപ്പറമ്പിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോയിന് കേട്ടോ. നമ്മൾ അധികം പറശ്ശിനിക്കടവ് പോയിട്ട് വരുന്ന വഴിക്ക് അധികം ഇവിടെ കയറലുണ്ട്. അവിടെ ഒരു നല്ല കുളമെല്ലാം ഉണ്ടായിന്. അതിൽ ഫുള്ള് ആമ്പലെല്ലാം വിരിഞ്ഞേക്കുന്നതാണ്. നല്ല രസം ഉണ്ടായിന് ഗൈസ്. അവിടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമ്പലമാണിത്. ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ്. അവിടെ അധിക സമയമൊന്നും നിന്നിട്ട. അപ്പം നമ്മൾ തിരിച്ചു വന്നു. രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും തിന്നാൻ പറ്റിയിട്ട. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തത് ഒരു ഹോട്ടലിലേക്കാണ് നേരെ പോയത്. അവിടുന്ന് നമ്മൾ മസാല ദോശയെല്ലാം തിന്നിനി. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ട. അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഭയങ്കര ക്ഷീണമായിപ്പോയി. അതുകൊണ്ട് തന്നെ അധികം ലാസ്റ്റ് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട. അപ്പോൾ ബൈ ഗൈസ്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.